ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എംഫോടെക് ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് വേറെ ഒന്നുമല്ല, നമ്മുടെ ബബിൾ ചലഞ്ച് വിന്നറെ കണ്ടുപിടിക്കാനുള്ളതാണ്. അപ്പോൾ ബബിൾ ചലഞ്ച് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ എംഫോടെക്കിൽ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അതായത് ബബിളിൻ്റെ ഉള്ളിൽ ബബിൾ ഉണ്ടാക്കി ഏറ്റവും മാക്സിമം ബബിൾ ഉണ്ടാക്കുന്ന ആൾക്ക് നമ്മൾ ഒരു പ്രൈസൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിലെ വിന്നറെ നോക്കാനുള്ള പരിപാടിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരോടും മാപ്പ് ചോദിക്കണം. നമ്മൾ മെയ് 1-ാം തീയതിയാണ് ഇതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ചെറിയൊരു പണി കിട്ടി, എനിക്ക് ഫുഡ് പോയ്സനൊക്കെ ആയി, അതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് കാത്തിരുന്നവർക്കും ഇതിലെ വിജയിക്കും എല്ലാവർക്കും ആദ്യം തന്നെ എൻ്റെ പേരിലും എംഫോടെക്കിൻ്റെ പേരിലും മാപ്പ് ചോദിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വിന്നർ ആരാന്ന് നോക്കിയാലോ? ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ എംഫോടെക് നടത്തിയ ബബിൾ ചലഞ്ചിൽ ഏകദേശം 700-ലധികം പേരാണ് പങ്കെടുത്തത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സെക്ഷൻ നമുക്ക് മൊത്തത്തിൽ കാണിക്കാൻ പറ്റില്ല, 700 വരെ കാണിക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ നമ്മുടെ വീഡിയോയിൽ ലെങ്ത് ഭയങ്കരമായിട്ട് കൂടിപ്പോകും, അതുകൊണ്ട് നമ്മൾ ആ 700 വരെ കാണിക്കുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കാണിക്കുന്നതാണ്. ഒരുപാട് പേരാണ് ചെയ്തത്. നമ്മൾ വീഡിയോ ഇട്ട് അന്ന് തന്നെ ഒരുപാട് പേര് ചെയ്തിരുന്നു. അതിൽ വിന്നർ ആയിരിക്കുന്നത് നമ്മുടെ ഹെൽത്തി ടിപ്സ് ആൻഡ് ടോക്സ് എന്ന് പറയുന്ന ഒരു ചാനലിലാണ്. അതിൽ ഒരു ചേച്ചിയാണ് ചാനൽ നടത്തുന്നത്. ആ ചേച്ചിയുടെ മോൻ അശ്വിൻ എന്നാണ് അവൻ്റെ പേര്. എനിക്ക് തോന്നുന്നു +2 ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ അശ്വിൻ. അപ്പോൾ അശ്വിൻ 18 ബബിൾ, അതായത് 19 ബബിളിൽ കൂടുതൽ ചെയ്തിരുന്നു, പക്ഷെ 18 വീഡിയോ ആണ് ക്ലിയർ ആയിട്ട് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹെൽത്തി ടിപ്സ് ആൻഡ് ടോക്സ് എന്ന് പറയുന്ന ചാനലാണ് വിന്നർ ആയിരിക്കുന്നത്. അവർക്ക് ഏകദേശം 31K കൂടുതൽ വ്യൂസും കിട്ടി. ഹലോ ഫ്രണ്ട്സ്, അശ്വിനെ എന്നെയും കൂടി കാണുമ്പോൾ തന്നെ നിങ്ങളിൽ പലർക്കും കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഇവന്റെ ഈ ബബിൾ കൊണ്ട് പോകാനായില്ലേ എന്ന് തോന്നുന്നുണ്ടാവും. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ 16 ബബിളുകൾ ഉണ്ടാക്കിയിരുന്നു. പക്ഷെ 30-ാം തീയതി വരെ ആയിരുന്നു അതിന് ടൈം കൊടുത്തേക്കുന്നത്. അതുവരെ ഞാനായിരുന്നു മുന്നില്. പക്ഷെ ഇപ്പൊ ഇന്നലെ പറഞ്ഞു അത് 2-ാം തീയതി വരെ എക്സ്റ്റെൻഡ് ചെയ്തു. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ കൂടുതൽ ഉണ്ടാക്കാൻ സാധിച്ചു. ഇനി നമുക്ക് നമ്മുടെ അശ്വിൻ മച്ചാൻ ഉണ്ടാക്കിയ ബബിൾ ചലഞ്ചിൽ 18 ബബിൾ ഉണ്ടാക്കിയ വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നോരോന്നായിട്ട് ചെയ്യുന്നത് കാണാൻ പറ്റും. അശ്വിൻ എടുത്ത ആ ഒരു എഫേർട്ട് നമുക്ക് സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് എഫേർട്ട് എടുത്ത് രാത്രി 3 മണി വരെ ഇരുന്ന് ചെയ്തു എന്നൊക്കെയാണ് ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം അത്രയ്ക്ക് എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ട്. അതും തന്നെയല്ല, 1-2 തവണ, അതായത് 3 തവണയിൽ കൂടുതൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അശ്വിൻ. കാരണം അത്രയ്ക്ക് വാശിയിൽ ചെയ്ത ആളാണ് നമ്മുടെ അശ്വിൻ. സമ്മതിച്ചു കൊടുക്കാതെ പറ്റില്ല. നമ്മളൊരു 5 ബബിൾ ഉണ്ടാക്കാൻ തന്നെ പെട്ട പാട് നമുക്കറിയുള്ളൂ. ആ സമയത്താണ് 19 ബബിള്. അപ്പൊ രാത്രി എന്ന് ചെയ്ത വീഡിയോ ആണ് ഈ 18 ബബിൾ ഇട്ടിരിക്കുന്ന വീഡിയോ. അപ്പോൾ അശ്വിന്റെ അപ്പച്ചൻ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രാത്രി എന്ന് ചെയ്യാനായിട്ട്, സഹായിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അത്രയ്ക്ക് അഭിനന്ദനം അർഹിക്കുന്ന ഒരു വിജയം തന്നെ പറയാം. 19 ബബിളാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ ശരിക്കും നമ്മൾ ഞെട്ടിപ്പോകും. നമുക്ക് നോക്കാം കൃത്യമായിട്ട്. ഇനി ഓരോന്നോരോന്നായിട്ട് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട് ഈ ബബിൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട്. അപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും എത്രത്തോളം ബബിൾ വന്നിട്ടുണ്ടെന്ന്. 13, 14. ഓക്കെ, അപ്പൊ 14-ാമത്തെ ബബിള്. ഇനിയിപ്പോ 15-ാമത്തെ, 15, 16, 17. ഓക്കെ, അപ്പൊ 18-ാമത്തെ ബബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഓരോ ബബിളായിട്ട് പൊട്ടിച്ച് നമുക്ക് കാണിച്ചു തരും അശ്വിൻ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. ഓക്കെ, അപ്പൊ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അശ്വിൻ മച്ചാൻ അവസാനത്തെ ബബിള് പൊട്ടിക്കുമ്പോ ആണ് ശരിക്കും നമ്മൾ ഞെട്ടാൻ പോകുന്നത്. ഓക്കെ, അവസാനത്തെ ബബിളും പൊട്ടിച്ചു. അപ്പോൾ നമ്മുടെ ബബിൾ ചലഞ്ച് വിന്നർ നമ്മുടെ അശ്വിൻ മച്ചാന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. അപ്പോൾ ഇനി നമ്മൾ ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോവാണ്. അപ്പോൾ പ്രവീൺ മച്ചാൻ വരാമെന്നാണ് പറഞ്ഞായിരുന്നത്. അപ്പോൾ അവനെ കാണാണ്ടായപ്പോൾ ഞാൻ ഇതിന് നടന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വന്ന് ചേരുന്ന ഈ വഴിക്ക് അവൻ വരും. ഞാൻ പറഞ്ഞു പ്ലാൻ ചെയ്തേക്കണ ഞാനിവിടെ എത്തുമ്പോൾ വരണമെന്ന്. ഭയങ്കര അഭിനയിക്കുള്ളൂ ഇനി. ആ കറക്റ്റ് ടൈമിന് എത്തിയില്ല. പിന്നെ എങ്ങനെ സാധിക്കുന്നതൊക്കെ ഇതാ ഹെൽമെറ്റ് എന്നാലും ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഞാനിവിടെ എത്തിയപ്പോ തന്നെ വരാൻ പറ്റി. ഞാനവിടെ നോക്കിക്കണ്ടായിരുന്നു. ഇൻട്രോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞു പോവാ നമുക്ക്. അപ്പൊ നമ്മളതേ വീടാണ്. ഏകദേശം നല്ല ദൂരമുണ്ട്, 32-35 കിലോമീറ്ററോളം ദൂരമുണ്ട്. അവിടെ പോയിട്ട് ഇനി ഗിഫ്റ്റ് വാങ്ങിക്കണം അല്ലേ? എന്ത് ഗിഫ്റ്റ് വാങ്ങിക്കണേ? ഗിഫ്റ്റ് അവിടെ ചെല്ലുമ്പോൾ കാണാം. ചിലപ്പോൾ തമിഴിൽ നമ്മൾ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അറിയാൻ പറ്റും. അപ്പൊ മനസ്സിലായില്ലേ? ആ സംഭവം തന്നെയാണ് നമ്മൾ വാങ്ങിക്കാൻ പോണത്. വണ്ടി എടുത്തോ. ഇവിടെ ഒരു കഞ്ഞിക്കടയുണ്ട്. അപ്പോൾ നമ്മൾ വന്നിട്ട് കുറച്ച്
എനിക്കറിയാം നല്ലോണം വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കഞ്ഞി കുടിക്കാൻ വിചാരിച്ചു. കുറച്ച് ചേച്ചിമാരോട് തന്നെ കഞ്ഞി കടയാന്ന് തോന്നുന്നു. അപ്പോൾ ഇനി ഇവിടെ നിന്ന് കഞ്ഞി കുടിച്ചിട്ട് നമുക്ക് പോവാം. അപ്പോൾ നമ്മുടെ കഞ്ഞി കുടിക്കണതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഞ്ഞിയിൽ ഇച്ചിരി കൂടെ ഉപ്പ് എടുത്തിടാം. അപ്പോൾ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടില്ല കഞ്ഞിയിൽ. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് എടുത്തിടാം. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാതെ ഇളക്കി സെറ്റായി കഴിയുമ്പോൾ ഇത്തിരി കൂടെ അച്ചാറെടുത്ത് എൻ്റെ മൂലക്കായിട്ട് ഇട്ട് കൊടുക്കാം അല്ലേ. ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒരു പകുതി കിള്ളി നേരെ കഞ്ഞി എടുത്ത് നല്ല വിശപ്പുള്ളതുകൊണ്ടാണെന്ന് അറിയില്ല, കഞ്ഞിക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ് ഇപ്പം. അപ്പൊ നമ്മുടെ ചേച്ചി ക്യാമറ ഇട്ട് പേടിച്ചേക്കാണ് തോന്നുന്നു. അപ്പൊ ഇത് ഈ ചേട്ടനാണ് നമ്മുടെ കടയുടെ ഓണർ. ചേട്ടൻ്റെ പേരെന്താ? രാജേഷ് രാധാകൃഷ്ണൻ മുതലാളിയാണ് അപ്പൊ നമ്മുടെ കടയുടെ ഓണർ. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ കഞ്ഞി കുടിച്ചെടുത്തിട്ട് ബാക്കി പണിയിലേക്ക് പോവാം. ഇപ്പൊ നമ്മള് മുട്ട ഓംലെറ്റ് ഓർഡർ ചെയ്തായിരുന്നു. മുട്ട ഓംലെറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അച്ചാറ് സ്പെഷ്യൽ അച്ചാറാണ്. ഇത് എന്താ അച്ചാറാണ് ചേച്ചി? ചെമ്മീപ്പുളി, നമ്മുടെ വടുകപ്പുളി എന്നൊക്കെ പറയുന്നതല്ലേ, ചെമ്മീപ്പുളി. അപ്പൊ ചെമ്മീപ്പുളി അച്ചാറാണ്. അച്ചാർ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കഞ്ഞി ഇങ്ങനെ തീരുമ്പോ ചേച്ചി ഇങ്ങനെ ഒന്ന് ഒഴിച്ചോണ്ടിരിക്കും അല്ലേ. കണ്ട കഞ്ഞിയൊക്കെ വിളമ്പണത് നല്ല ട്രഡീഷണൽ സ്റ്റൈലിലാണ്. നല്ല ഇത് മറ്റേ ചിരട്ടക്കൈയിലാണല്ലേ, ചിരട്ടക്കൈയിലുകൊണ്ട് ഇത് ഉണ്ടാക്കിയെടുത്താണ് ഇവിടെ ഉണ്ടാക്കിയെടുത്താണ്. അടിപൊളി നല്ല ചിരട്ടക്കൈയില്. മതി ഇത് കഞ്ഞി കുടിച്ച് തന്നെ വയറ് പൊട്ടും. അപ്പൊ നമ്മുടെ കഞ്ഞിടിയൊക്കെ കഴിഞ്ഞു. ഇവിടുത്തെ കഞ്ഞി അടിപൊളി കഞ്ഞിയായിരുന്നു. അപ്പൊ നമ്മുടെ ചേച്ചിയുടെ പേരെന്താ? ദേവി ചേച്ചി. പിന്നെ നമ്മുടെ പിള്ളേരുണ്ട്, പിന്നെ ഇതേ കടക്കാരത്തി, പിന്നെ കടക്കാരൻ ചേട്ടൻ അല്ലേ. അപ്പൊ എല്ലാവരോടും യാത്ര പറഞ്ഞ് നമ്മൾ ഇറങ്ങിയായിരുന്നു. കഞ്ഞി അടിപൊളിയായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇറങ്ങിയാണ്. അപ്പൊ നമ്മളിനി നമ്മുടെ യാത്ര തുടരുകയാണ്. അപ്പൊ നമ്മളെ കഞ്ഞിക്കടയിൽ നിന്ന് കഞ്ഞിയൊക്കെ കുടിച്ച് നമ്മുടെ യാത്ര തുടരുകയാണ്. അപ്പൊ ഇപ്പോ വഴിയിൽ വലിയ ബ്ലോക്ക് ഒന്നും ഇല്ല, അതുകൊണ്ട് സിമ്പിളായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ നേരെ ഡെക്കാത്തലോണിലേക്കാണ് പോകുന്നത്. ആലുവയിലല്ലേ? ആലുവയിൽ ഡെക്കാത്തലോണിലേക്കാണ് പോകുന്നത്. ആലുവല്ല, ശരിക്കും കളമശ്ശേരി സ്ഥലം വരുന്നത്. അപ്പൊ ഡെക്കാത്തലോണിൽ പോയിട്ട് നമ്മുടെ സമ്മാനം വാങ്ങിക്കുകയാണ്. അപ്പോൾ നല്ല വെയിലായി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ പ്രവീൺ പിടച്ചു വിട്ടാലേ പെട്ടെന്ന് എത്തുള്ളൂ. പ്രവീണെ പിടച്ചു വിട്ടോ നോക്കണ്ട. അപ്പോൾ നമ്മുടെ ഡെക്കാത്തലോണിൽ നമ്മൾ എത്തി. അപ്പോൾ ഇപ്പോൾ അങ്ങ് ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ സ്പോർട്സായിട്ട് ബന്ധപ്പെട്ട് എന്ത് സാധനങ്ങളും നമുക്ക് ഇവിടെ കിട്ടും. ഇവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ലെന്ന് പറയാം. അതും ബ്രാൻഡഡ് സാധനങ്ങളായിരിക്കും, ചീപ്പ് റേറ്റ് ആയിരിക്കും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എത്രത്തോളം ക്യാമറ ലൗഡാണോ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. ഇപ്പോൾ ക്യാമറ ലൗഡാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഉള്ളിൽ വിഷ്വൽസ് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം, പർച്ചേസിങ് കാര്യങ്ങളൊക്കെ. അതല്ല ക്യാമറ യൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഉള്ളിൽ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഒരു വിഷ്വൽ എന്ന് പറയുമ്പോൾ ഇതാണ്. അതായത് മൊത്തത്തിൽ ഇങ്ങനെ കറങ്ങി സെറ്റായിട്ടിരിക്കുകയാണ്. ഓരോ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ സൈക്കിളിൻ്റെ ഒരു സെക്ഷനാണ് ഈ കാണുന്നത്. സൈക്കിളിൻ്റെ സെക്ഷൻ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ളതാണ്. ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് അധികം കൂടുതലായിട്ട് അറിയില്ല. പക്ഷേ പല സെക്ഷനിലുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ കാട്ടിൽ ഓടിക്കാൻ, അതുപോലെ തന്നെ റോട്ടിൽ ഓടിക്കാൻ, അങ്ങനെ പല രീതിയിലുള്ളതുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല. ഇത് ഇപ്പോൾ വരുന്നത് സൈക്കിളിൻ്റെ സെക്ഷനാണ്. ഇപ്പോൾ ഇവിടെ അതിനെ യൂസ് ചെയ്യാനുള്ള ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ സൈക്കിളിൻ്റെ തന്നെ റിപ്പയറിംഗ് സെക്ഷനാണെന്ന് തോന്നുന്നു, എന്താണെന്നറിയില്ല. മച്ചാൻ ഇത് എന്താണ് ഇപ്പോൾ ഈ ഒരു സെക്ഷനിൽ ചെയ്യുന്നത്? അസംബ്ലിംഗ് ആണ്. അതായത് കിറ്റ് കൊണ്ടുവന്നിട്ട് ഇവിടെ അസംബ്ലിംഗ്, ആ ഒരു സെക്ഷനാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇത് നമ്മുടെ നോക്കിയിടുന്ന സെക്ഷൻ ഇതാണ്. അതായത് നമ്മുടെ സ്കേറ്റിംഗ് ബോർഡ്, അതുപോലെ തന്നെ നമ്മുടെ ചക്രഷൂ ആ സെറ്റപ്പൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഇത് ഇവിടെയാണ് ബോർഡ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മച്ചാൻ്റെ പേരെന്താണ്? അലമച്ചാനാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ മച്ചാനെ നമ്മുടെ ഒരു ബോർഡ് എടുക്കണം. അപ്പോൾ പയ്യെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു +2 10ാം ക്ലാസ് ലെവലാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയ പിടിയില്ല. അപ്പോൾ ഏതായിരിക്കും നല്ല ബെറ്റർ ബോർഡ്? ഇത് വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി എക്സ്പേർട്ട് അഡൽസ് ആ ഒരു മോഡലാണ്. ഇതൊരു ബിഗിനിങ്കാരനാണ്, അവന് അത്ര 10th 11th അല്ലേ? ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഈ 2 മോഡൽ ഈ മോഡൽ ഓക്കെ. അപ്പോൾ നമുക്ക് 1-2 മോഡൽ കാണിച്ചതുണ്ട്. പക്ഷേ ഇത് ഇത്തിരി കാണാൻ നല്ല രസമുണ്ട്. ഇതൊന്നും എടുത്തോട്ടെ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ബോർഡ്. ഓക്കെ. അപ്പോൾ ഇതതിൻ്റെ സെയിം മോഡലാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം അല്ലേ.
അപ്പോൾ ഇവിടെ ടെസ്റ്റ് അടിക്കാനുള്ള പ്ലാറ്റ്ഫോം ഇവിടെ കിടക്കുന്നത്. ഇവിടെ കുറേ ബോർഡുകൾ കിടക്കുന്നത്, അതൊക്കെ വേറെ മോഡലാണ്. അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഇതിനു മുമ്പ് ആകെ നമ്മുടെ മോട്ടർ വെച്ചിട്ട് ഒരു ഹോവർ ബോർഡ് ചെയ്തായിരുന്നു. അപ്പോൾ ഉള്ള റോട്ടിൽ ഓടിച്ച എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. ഇവിടെ കണ്ട 2 ചക്രത്തിലൊക്കെ ഓടിച്ചു കൊണ്ടുകൊണ്ട് വെച്ചാൽ കണ്ട നമുക്ക് 4 ചക്രമുള്ള സ്കേറ്റിംഗ് ബോർഡിൽ മര്യാദയ്ക്ക് ഓടിക്കാൻ പറ്റില്ല. ഇവിടുത്തെ മച്ചാൻ 2 ചക്രമുള്ള സ്കേറ്റിംഗ് ബോർഡ് വെച്ചാണ് ഈ കാണിച്ചു വിട്ടുന്നത്. മച്ചാൻ്റെ പേരെന്താണ്? ഷിഫാസ് മച്ചാനാണ് ഇപ്പൊ ഈ അഭ്യാസ പ്രകടനങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ട വേറെ 2 ചക്രയതേ ഉള്ളൂ. ഇതേ നമ്മുടെ വേറൊരു കുഞ്ഞുമോൻ്റെ പേരെന്താണ്? പേരറിയില്ല. അഫ്സൽ മച്ചാനാണ് അടുത്ത സ്കേറ്റിംഗ് ബോർഡും കയറി ഇരുന്നിട്ട് ഓടിക്കാനായിട്ട് ചെറിയൊരു ട്രൈ നടത്തുന്നുണ്ട്. അയ്യോ Lions roaring in the morning sun, searching for a longer day. People feeling like the light has just come. We must never stop the way. Yeah. Birds jumping and I hear my name, grasping into a life. Life is happy but it's so insane. We must merely make a start. അപ്പോൾ ഇനി നമ്മുടെ അശ്വിനുള്ളൊരു ചലഞ്ച് പറഞ്ഞുതരാം. അതായത് അശ്വിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ബാക്കി എല്ലാവരും ചെയ്തതിനേക്കാളും കൂടുതലായിട്ട് ബബിൾ ചെയ്തത് അശ്വിനാണ്. അതും കൂടുതൽ അറ്റംപ്റ്റും ചെയ്തത് അശ്വിനാണ്. അപ്പോൾ അശ്വിൻ ആദ്യം നമ്മൾ വീഡിയോ ഇടാത്ത സമയത്ത് എത്രയോ 6-7 വെച്ച് തുടങ്ങിയതാണ്. അവസാനം 19 ബബിൾ വരെ എത്തിച്ചാണ് നമ്മുടെ അശ്വിൻ. അപ്പോൾ അശ്വിൻ്റെ അടുത്ത ചലഞ്ച് വേറെ ഒന്നുമല്ല, ഞാനിപ്പോൾ അയച്ചു തരുന്ന ഈ സ്കേറ്റിംഗ് ബോർഡ് ഫസ്റ്റ് ടൈം അൺബോക്സ് ചെയ്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കണം. ഓടിച്ചെന്ന് പറഞ്ഞാൽ അതിൽ എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കുക, അതാണ് ചലഞ്ച് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സാധനം എടുത്തിട്ട് ഇനി വിടാം അല്ലേ. അപ്പോൾ നമ്മുടെ സ്കേറ്റിംഗ് ബോർഡ് നമ്മൾ ഉറപ്പിച്ചു. ഇതാണ് എടുക്കുന്നത് ഈ ബോർഡ്. പിന്നെ നമ്മുടെ അശ്വിൻ മച്ചാൻ ഓടിക്കുമ്പോൾ അപകടമൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഒരു ഹെൽമെറ്റ് നോക്കണം നമുക്ക്. ഓക്കെ, അപ്പോൾ ഒരു ഹെൽമെറ്റ് നമ്മൾ എടുക്കുന്നുണ്ട്. ഈ ഹെൽമെറ്റാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ്. അപ്പോൾ നമ്മുടെ അശ്വിൻ മച്ചാന് സ്പെഷ്യൽ ഗിഫ്റ്റാണ്. ഞങ്ങൾ ഓൾറെഡി തരാൻ ഉദ്ദേശിച്ചായിരുന്ന ഗിഫ്റ്റ് വേറെ ആയിരുന്നു, നമ്മുടെ സോണിയുടെ ഒരു ഹെഡ്സെറ്റ് ആയിരുന്നു. പക്ഷേ ഇത്ര ചലഞ്ചൊക്കെ നല്ല രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് സിമ്പിൾ ഒരു ഗിഫ്റ്റ് എന്നാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇതൊരു ചലഞ്ച് തന്നെയായിട്ടാണ് തരുന്നത്. അപ്പോൾ മറക്കണ്ട, ഇത് ഓടിച്ചിട്ടൊരു വീഡിയോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് വീട്ടിൽ പോകാം. അപ്പോൾ നമ്മൾ ഇത്രയും ഹെൽപ്പ് ചെയ്ത് നമ്മുടെ അലമ്മച്ചാന് ഒരു എന്താ പറയുക നല്ലൊരു താങ്ക്സ് പറയുകയാണ്. അപ്പോൾ ശരി, ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ബില്ലിങ് സെക്ഷനിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ 2 സംഭവത്തിനും ബില്ല് ചെയ്തിട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മച്ചാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോപ്പിംഗ് കഴിയുമ്പോൾ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണോ, അതായത് ഇവിടുത്തെ സർവീസും കാര്യങ്ങളൊക്കെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണോ. അപ്പോൾ നമുക്ക് 3 സ്മൈൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണത്തിൽ ആദ്യത്തേൽ അസംതൃപ്തം, സംതൃപ്തം, പിന്നെ വളരെ സംതൃപ്തം. അപ്പോൾ നമുക്ക് സംതൃപ്തമല്ല, വളരെ സംതൃപ്തമാണ്. അപ്പോൾ നമ്മൾ ഡെക്കാത്തലിൽ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞു. അശ്വിൻ മച്ചാനുള്ള ഗിഫ്റ്റ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. പുറത്ത് നല്ല വെയിലാണ്, നല്ല നട്ടുച്ചയായിട്ടുണ്ട്. പ്രേരണമാണോ? ഇവിടെ നല്ല വെയിലാണ്. ഇനിയിപ്പോൾ ഈ വെയിലത്ത് വേണം നമുക്ക് വീട്ടിൽ പോകാനായിട്ട്. നന്നായിട്ട് വിശക്കുണ്ട്. നേരത്തെ കുടിച്ച കഞ്ഞിയുടെ പവറൊക്കെ തീർന്നു എന്ന് തോന്നണേ. പോണ വഴി എന്തായാലും നമ്മൾ ഈ ഭക്ഷണം കഴിച്ചിട്ട് പോകണുള്ളൂ. നമ്മുടെ വീടെത്താറായി. ഈ പാലം കയറി ഇറങ്ങി പിന്നെ കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ വീടെത്തും. അത് കഴിഞ്ഞ് ഇതിന് പാക്ക് ചെയ്ത് അയക്കണം. ഇന്ന് തന്നെ നമ്മൾ അയക്കും എന്തായാലും. ഇത്ര ദിവസം വൈകിയതുകൊണ്ട് ഇന്ന് തന്നെ എന്തായാലും അയക്കും, ഉറപ്പാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ M4Tech ബബിൾ ചലഞ്ച് വിന്നർ അശ്വിൻ മച്ചാനോട് കൊടുക്കാനുള്ള ഗിഫ്റ്റ്, അതായത് നമ്മുടെ സ്കേറ്റിംഗ് ബോർഡ് ഹെൽമെറ്റ് ഒക്കെ സെറ്റാണ്. അപ്പോൾ പിന്നെ നമ്മളിത് അയച്ചു കൊടുക്കാൻ പോവാണ്. അയച്ചു കൊടുക്കുന്ന പാക്കിംഗ് സെക്ഷനിൽ നമ്മൾ എടുക്കുന്നില്ല വീഡിയോയിൽ. അപ്പോൾ എന്തായാലും അശ്വിൻ മച്ചാൻ തുറന്നു നോക്കുമ്പോൾ കിട്ടട്ടെ അല്ലേ. അപ്പോൾ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതായത് നമ്മുടെ ബബിൾ ചലഞ്ചിൽ ഒരുപാട് പേര് പങ്കെടുത്തായിരുന്നു. അപ്പോൾ ഒരാൾക്കേ വിജയമാവാൻ പറ്റുള്ളൂ. പക്ഷെ പങ്കെടുത്ത എല്ലാവർക്കും
എൻ്റെ പേരിൽ എംഫോടെക്കിൻ്റെ പേരിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മുടെ എംഫോടെക്കിൽ ചലഞ്ചുകൾ ഇടും. അപ്പോൾ എല്ലാവരും ചെയ്ത് സമ്മാനങ്ങൾ നേടാം. അപ്പോൾ എന്താ നമ്മുടെ അശ്വിൻ മച്ചാന് പിന്നെ ആശംസകൾ ഞാൻ അറിയിക്കണം. കാരണം ഒരുപാട് എഫേർട്ട് എടുത്താണ് ചെയ്തത്. കാരണം അത്ര എഫേർട്ട് എടുത്ത് വേറെ ആരും ചെയ്തിട്ടില്ല. 19 ബബിളാണ് ഉണ്ടാക്കിയത്. ഞാൻ എന്തോരം ശ്രമിച്ചിട്ട് 5 ബബിളിക്കുള്ളിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ എന്തായാലും അശ്വിൻ മച്ചാന് ആശംസകൾ അറിയിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വ്ളോഗിങ് നിർത്താണ്. അപ്പോൾ ക്യാമറ മച്ചാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.